ആദ്യമായി മത്സരരംഗത്തേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളും അൻസാറുകളും ഖുർആൻ പറയുന്നു തീർന്നില്ല. വല്ലദീന തബഊഹും ബിഇഹ്സാൻ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവർ ചെയ്ത അതേ പ്രവൃത്തി ലോകാവസാനം വരെ ചെയ്യുന്നവരും. ഞാൻ പറയുന്നു അൻസാറുകൾ പറഞ്ഞ ഖുർആൻ പറഞ്ഞ വല്ലദീന തബഊഹും ബിഇഹ്സാൻ ആ ആയത്തിന്റെ പരിധിയിലാണ് മഹർ 2012 1000 വട്ടം ഉറപ്പിച്ച് ഞാൻ പറയും വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അൻസാറുകൾ ചെയ്ത അതേ നന്മ ലോകാവസാനം വരെ ചെയ്യുന്നവർ. ആ ചരിത്രത്തിന് വിരാമമില്ല, ആ ചുണക്കുട്ടികൾക്ക് മരണമില്ല. അവരുടെ ദൗത്യം ഏറ്റെടുക്കണം. ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പണക്കാരെ, പാമരന്മാരെ, പണ്ഡിതന്മാരെ, അൻസാറിന്റെ ചരിത്രം അവസാനിക്കരുത്. ഒരു ചങ്ങല കണ്ണി പോലെ യുഗാന്തരങ്ങളിൽ ഉണ്ടാവണം. അത് ഏറ്റെടുത്തവരാണ് മഹർ 2012. ഈ ആയത്ത് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു നാളെ ശാമിലാക്കി തരും. ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മറുപടി പറയാനില്ലാതിരിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്നോട് തിരിച്ചു ചോദിക്കാത്തതെന്താ? എന്താ ചോദ്യമാ സഹോദരങ്ങളെ? അൻസാറുകൾ മുഴുവൻ തലകുമ്പിട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ തറവൗന യാ മഅ്ശറൽ അൻസാർ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് ഈ കാസർഗോഡ് കണ്ടിട്ടില്ലാത്ത സമാനതയില്ലാത്ത ഒരു സമൂഹ വിഭാഗത്തിന് കളമൊരുക്കിയ മഹറിന്റെ പ്രിയപ്പെട്ട ആളുകളോട് മാസങ്ങളായിട്ട് ഉറക്കമളച്ച് നടക്കുകയാ. ആ പാവങ്ങൾ ഓടി നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോലും സഹതാപം തോന്നിപ്പോയി. അതിന്റെ ഇടയിൽ കാറിന്റെ താക്കോല് പോലും മറന്നുപോയി. എവിടെ വെച്ചെന്നറിയില്ല. വല്ലാത്ത ടെൻഷനാണ്. ഞാൻ നിങ്ങളോട് ഈ ചോദ്യം തിരിച്ചു ചോദിക്കുകയാ. മദീനത്തിന്റെ മണൽത്തരികൾ പുളകം കൊണ്ട ചോദ്യം ആ റസൂലുള്ള അൻസാർ ോട് ചോദിച്ച ചോദ്യം യുഗാന്തരങ്ങൾക്കപ്പുറം ആഫ്റ്റർ 1500 years ago 1500 വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യം ഹദ്ദാദ് നഗരി വിനീതനായ അഹ്മദ് കബീർ ചോദിക്കുകയാ. എന്താ നിങ്ങൾക്ക് പകരം വേണ്ടത്? അവാ തറവൗനയാ മഅ്ശറൽ അൻസാർ. ഓ അൻസാറുകളെ, നിങ്ങൾ തൃപ്തിപ്പെടുന്നോ? ആളുകൾ മുഴുവനും ആട്ടിൻകൂട്ടങ്ങളും കോവർ കഴുതകളുമായിട്ട് പോകുമ്പോ അവര് കൈ നിറയെ സ്വത്തുമായി. അന്നത്തെ സ്വത്ത് ആട്ടിൻകൂട്ടമാ. ഇന്ന് സ്വർണ്ണക്കട്ടികളും ബാങ്ക് ബാലൻസും പോലെ അന്ന് ആളുകൾ മുഴുവൻ യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് കൈ നിറയെ ആട്ടിൻകുട്ടികളുമായി കടന്നു പോകുമ്പോ അമാ തറവൗനയാണ് അൻസാറുകളെ, അത് കണ്ടിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നുവോ? ആട്ടിൻ വട്ടമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോ മറ്റുള്ളവർ മുഹാജിരിങ്ങൾ പോകുമ്പോ അവര് വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ അവര് ചെയ്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് അവർക്ക് 100 കണക്കിന് ആട്ടിൻകുട്ടികളെ കിട്ടിയേക്കാം. പക്ഷെ അൻസാറുകളെ, നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്തെന്നറിയോ? വതർജിഊന ഇലല്ലാഹി വതർജിഊന ബിറസൂലില്ലാഹി ഇലാ റിഹാലികും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വതർജിഊന ബിറസൂലില്ലാഹി ഇലാ റിഹാലികും. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലല്ലേ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു കയറണോ? അതല്ല ആട്ടിൻ പട്ടത്തെ പിടിച്ചിട്ട് കയറണോ? മാസങ്ങൾ ഈ സമൂഹ വിവാഹത്തിന് ഈ വിവാഹിതരാകുന്നത് നിങ്ങളുടെ പെങ്ങളല്ല, നിങ്ങളുടെ സഹോദരിയല്ല, നിങ്ങളുടെ കൂടപ്പറപ്പല്ല, നിങ്ങളുടെ രക്തബന്ധമുള്ളവളല്ല. എന്നിട്ട് പോലും സ്വന്തം പെങ്ങളുടെ കല്യാണം പോലെ ഇത്രയും ഒരു ആർഭാടത്തോടെ ആഘോഷത്തോടെ നടക്കുമ്പോ പൊന്നു ചെറുപ്പക്കാരെ, ഇതിനു വേണ്ടി സഹായിച്ചവരെ, സഹകരിച്ചവരെ, ഞാൻ ചോദിക്കുന്നു, ഈ വഴുത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണക്കെട്ടി വേണോ? അതല്ലാതെ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളുടെ കയ്യിൽ വേണോന്ന് ചോദിച്ചപ്പോ റസൂലുള്ള നിർത്തിയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ നെഞ്ചിലുണ്ട്. ആ റസൂലുള്ള കൈ പിടിച്ച് നിങ്ങളെ സ്വർഗത്തിൽ കയറ്റട്ടെ. ആ റസൂലുള്ള കൈ പിടിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറ്റട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയില്ല. എന്റെ റൂഹ് ഏത് അല്ലാഹുവിന്റെ കയ്യിൽ സുരക്ഷിതമാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അൻസാറുകൾ മുഴുവനും ഒരു താഴ്വരയുടെ മുകളിൽ ഒരുമിച്ച് കൂടി, ബാക്കിയുള്ളവര് വേറൊരു താഴ്വര ഒരുമിച്ച് കൂടിയാൽ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. എന്റെ അൻസാറുകളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. എന്റെ കൂടപ്പറപ്പുകളും എന്റെ സഹോദരങ്ങളും
എനിക്ക് വേണ്ടപ്പെട്ടവരും ഒരു താഴ്വരയുടെ മുകളിൽ ഒരുമിച്ച് കൂടി. അൻസാറുകൾ മുഴുവനും വേറൊരു താഴ്വരയിൽ ഒരുമിച്ച് കൂടി. എന്നാൽ സഹായിക്കുന്നവന്റെ കൂടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഉള്ളത്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ ആത്മാവിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് സത്യം. എന്റെ അൻസാറുകൾ ഓടിക്കയറിയ താഴ്വരയിലേ ഞാൻ ഓടിക്കയറൂ. ഞാൻ എപ്പോഴും അൻസാറിന്റെ കൂടെയാണ്, ഞാൻ അൻസാറിന്റെ കൂടെയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അൻസാറുകളെ ലൗലൽ ഹിജ്റതു ലകുന്തു റജുലൻ മിനൽ അൻസാർ, ഹിജ്റയില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് തന്നെ ജീവിക്കുമായിരുന്നു. റസൂലുള്ളാഹി അൻസാറിന് ഒരു ബഹുമതി കൊടുത്തു. അൽ അൻസാറു ശിആറുൻ, അൻസാറുകൾ എന്റെ അടയാളമാണ്, അൻസാറുകൾ എന്റെ അടയാളമാണ്. ഈ സമൂഹ വിഭാഗത്തിന് സഹായിച്ചവരെ അൻസാറുകളുടെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ പാത പിൻപറ്റിയവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടയാളമാണ് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടയാളമാണ് നിങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി കൈ പൊക്കിയിട്ട് ദുആ ചെയ്തു. ആ ദുആ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈ പൊക്കിയിട്ട് ആമീൻ പറയണം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ അർഹമിൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകൾക്ക് നീ കരുണ ചെയ്യണേ. വാബിനാഇൽ അൻസാർ, ഈ അൻസാറുകളുടെ മക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ. വാബിനാഇ അബിനാഇൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകളുടെ മക്കളുടെ തലമുറയിലും നീ നിന്റെ റഹ്മത്തിന്റെ ഖജനാവ് തുറക്കണേ. അല്ലാഹുവേ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ അൻസാറുകളുടെ ദൗത്യം ഏറ്റെടുത്ത ഈ സഹോദരങ്ങൾ അവരിലും അവരുടെ മക്കളിലും അല്ലാഹുവേ അൻസാറുകളുടെ തലമുറയിൽ ബറക്കത്ത് ചെയ്തതുപോലെ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആരോരുമില്ലാത്തവന് വേണ്ടി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് ഞാൻ ഈ സദസ്സിൽ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. അല്ലാഹുവേ ദുആ ചെയ്തത് ഒരാൾക്ക് വേണ്ടിയല്ല. അല്ലാഹു റഹ്മിൽ അൻസാർ വഅബിനാഇൽ അൻസാർ വഅബിനാഇ അബിനാഇൽ അൻസാർ, അല്ലാഹുവേ അൻസാറിന്റെ മക്കൾക്ക്, അൻസാറുകളുടെ മക്കൾക്ക് അവരുടെ തലമുറയിൽ നീ നിന്റെ റഹ്മത്ത് ചെയ്യണേ അല്ലാഹുവേ, നീ ചെയ്യണേ അല്ലാഹുവേ. ഞാൻ ആ ദിവസം ഒരൊറ്റ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ അൻസാറുകളുടെ അതേ ദൗത്യം ഏറ്റെടുത്തിട്ട് സ്വന്തം കയ്യിൽ ഉണ്ടായിട്ടല്ല, സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് പോലെ 5 പവൻ ഇതിനു വേണ്ടി കൊടുത്തവരുണ്ട്. അല്ലാഹുവേ അവരുടെ മക്കളിൽ, അവരുടെ മക്കളുടെ മക്കളിൽ നീ ഗുണം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ദുആയാണ്. റാവി പറയുകയാണ്, അവരുടെ ദാടിരോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. റസൂലുള്ളാഹി ഈ ഒരു പ്രസംഗം നടത്തിയിട്ടങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ തലമുറ ഇന്നും മദീന സമ്പുഷ്ടമാണ്. ഈ ദുആ പാഴായില്ല. ഇന്ന് നിങ്ങൾ മദീനയിൽ പോക്, ആ മദീനയുടെ വിരുന്ന് സൽക്കാരം നിങ്ങളൊന്ന് നോക്ക്. സഹോദരങ്ങളെ, അത് അനുഭവിച്ച തങ്ങന്മാരടക്കം തലയാട്ടുന്നുണ്ട്. മദീനത്തൊരു അറബിയുടെ അടുക്കൽ നിങ്ങൾ വെക്കോ. മക്കയിൽ പോയിട്ട് നിങ്ങളൊരു ടാക്സിയിൽ കയറിയ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ടാക്സിക്കാരൻ വില വേഷും. അപ്പോഴേ മനസ്സിലാക്കിക്കോണം അവൻ മക്കാരനാണ്. പക്ഷേ ടാക്സിയിൽ കയറി ആ ടാക്സിക്കാരൻ കൊടുക്കുന്നത് വാങ്ങിച്ചിട്ട് പോകും. അത് മദീനക്കാരന്റെ ഗുണമാണ്. ആ മദീനത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ മണ്ണിൽ കാല് ചവിട്ടിയ ഏറ്റവും നല്ല മനുഷ്യൻ, ഈ മണ്ണിൽ കാല് ചവിട്ടിയ ഏറ്റവും നല്ല മനുഷ്യനേതാ? മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഈ മണ്ണിന്റെ മുകളിൽ കാല് ചവിട്ടിയ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ദുആ ചെയ്തു. ഇന്നും ആ ഗുണം മദീനത്തെ അൻസാറുകൾക്കുണ്ട്, ഇന്നും മദീന നിവാസികൾക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അൻസാറിന് വേണ്ടി ദുആ ചെയ്തു. ഈ ദുആ സ്വീകരിച്ചപ്പോൾ അൻസാറുകളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവിനെയും ഒരു മോനെയും കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടം കൂടെ ഇറങ്ങിയ കഥ ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അൻസാറുകളുടെ ഏറ്റവും വലിയ സഹാബി, ഏറ്റവും വലിയ സഹാബി, അല്ലാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദുആ കൊടുക്കാൻ പറഞ്ഞാൽ ആരാ കൊടുക്കാന്ന് വെച്ച ചാടി കഴിഞ്ഞാൽ ഒരു സഹാബി. ആരെന്നറിയോ? അനയാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാൻ നബിയേ. ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഞാൻ കൊടുക്കാൻ നബിയേ. ആരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ സഹായിക്കുന്ന സഹാബി. അതുപോലെ സദഖ ചെയ്യുന്ന ഒരു സഹാബി വേറെയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ പ്രതിഫലം എന്താ? ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വീട് വളഞ്ഞു. റസൂലുള്ള ഏത് കാര്യം പറഞ്ഞാലും ആദ്യം പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, ദിവസങ്ങളായി സുന്നത്ത് നോമ്പാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എതിരാളികൾ വെള്ളം തടഞ്ഞു, എതിരാളികൾ ഭക്ഷണം തടഞ്ഞു. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ സുന്നത്ത് നോമ്പ് പിടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പാണ്, കഴിക്കാൻ ഭക്ഷണമില്ല. സഹോദരങ്ങളെ, അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എതിരാളികൾ ഊരിപ്പിടിച്ച ആളുമായിട്ട് വീട് വളഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അസർ കഴിഞ്ഞ് തിളച്ച കാരണത്താരെ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ കിനാവ് കണ്ടു. ആരെയെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇടതു ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു. അവരുടെ മുമ്പിൽ സ്വർഗത്തിന്റെ ഭക്ഷണം ഇരുന്ന് തിന്നുകയാണ്. മൂന്ന് പേരെ ഈ സ്വപ്നത്തിൽ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സുന്നത്ത് നോമ്പാണ്, മയങ്ങിക്കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാനെ, നോമ്പ് തുറക്കാൻ ഒന്നുമില്ല അല്ലേ? ഇല്ല നബിയെ. ശത്രുക്കൾ വീട് വളഞ്ഞു. ഉസ്മാൻ, അതെ നബിയെ. എന്നാ നീ എന്റെ കൂടെ സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കാൻ വരുന്നു ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വരുന്ന നബിയെ. എന്നാ ഉസ്മാനെ, നോമ്പ് തുറന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈവിരലിലൂടെ സ്വർഗത്തിന്റെ വെള്ളത്തുള്ളികൾ ഒഴുകി വന്നപ്പോ ഭൂമിയിൽ കിടന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാ പിളർത്തി. സഹോദരങ്ങളെ, കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഉള്ളതെല്ലാം സദഖ ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ കിടന്ന് റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് വന്ന വെള്ളം ചുണ്ടിലേക്ക് വീണു. ആ സമയത്ത് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല നോമ്പ് തുറന്നു. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോ സ്വർഗത്തിലെ ജലം കൊണ്ട് നോമ്പ് തുറന്ന മഹാനാണ്. ആരെന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.